ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് എന്നും പറഞ്ഞാൽ എനിക്ക് പുതിയ ഉരുളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. ഒരു മലയാളി ചേട്ടൻ്റെ അടുത്ത്, മലയാളി കടയിലുള്ള ചേട്ടൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം ഓർഡർ ചെയ്തിട്ട് പ്രാവശ്യം ഈ ഉരുളി ഞങ്ങൾ പണ്ട് മേടിച്ചുകൊണ്ട് വന്നത്. ചെറിയ ഉരുളി, ഒരു വലിയ ഉരുളി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉരുളിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് ചേട്ടൻ ഒരു കുഞ്ഞ് കൃഷ്ണനെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. വിഷുവിന് ഈ ഉരുളിയുടെ കൂട്ടത്തിൽ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. പക്ഷെ എനിക്ക് വലിയ കൃഷ്ണനുണ്ട്. ഇതാണ് ഞങ്ങൾ, ഈ കൃഷ്ണനെയാണ് ഞങ്ങൾ കണിയിൽ വെക്കുന്നത് കേട്ടോ. ഇത് കൃഷ്ണനെ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ആ ഫോട്ടോസാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു. കണിവെള്ളരിയും കാണിച്ചു. കണിവെള്ളരി എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സാധനമല്ല കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. ഇതിവിടെ ഇല്ല, കൽക്കട്ടയിലില്ല. ചെറിയ കക്കിരിക്ക കിട്ടും, പക്ഷേ ഇത് കിട്ടാറില്ല. ഈ കണിവെള്ളരി ഞങ്ങളെന്താണെന്ന് പറയുമ്പോൾ വിഷു അടുപ്പിച്ച് 2 ദിവസത്തിനുള്ളിൽ പോവും. മലയാളിക്കട അവിടെ ഒരെണ്ണേ ഉള്ളൂ. അവിടെ പോയി 1 മണിക്കൂർ നിങ്ങൾ കണ്ടിരിക്കും പല വീഡിയോസിൽ ഞാൻ പോകുന്നത്. അപ്പോൾ കണിവെള്ളരി ഞാൻ നേരത്തെ ചേട്ടനോട് പറഞ്ഞു വെച്ചേക്ക് എനിക്ക് വേണ്ടി എടുത്ത് വെക്കാൻ. ഇല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ കുറേ തമിഴ് ആൾക്കാരുണ്ട്, കുറേ മലയാളികൾ ആ അടുത്ത ആസ്പാസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പോവും കേട്ടോ, പെട്ടെന്ന് തന്നെ തീരും. എൻ്റെ ചേട്ടൻ ഞങ്ങൾക്ക് വെച്ച് ഞങ്ങൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരിക്കാം. അപ്പോൾ ഈ കണിവെള്ളരി എന്ന് പറയുന്ന സാധനം വിഷു അടുപ്പിച്ച് മലയാളി കടയിൽ കൊണ്ടുവരുന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണ്. പിന്നെ ഇത് ചേട്ടൻ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്ന കൃഷ്ണനെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ചിലപ്പോൾ സൗത്ത് സൈഡിൽ ചില മരങ്ങൾ അത് എടുക്കാനും പറ്റില്ല, റോഡിലെങ്ങാനുമുള്ള മരങ്ങളാണ്. അതും ഞങ്ങൾക്ക് മലയാളി കടയിൽ നിന്നാണ് ചേട്ടൻ ആ ഒരു ഇപ്പം നാളെയാണ് ബുധനാഴ്ച 15-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ 14-ാം തീയതി ഈ കണിക്കൊന്ന കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ 2000 രൂപ പെട്രോൾ അടിച്ച് എപ്പോഴും ചേട്ടൻ്റെ കടയിൽ ഇപ്പം നാളെ വിഷുവാണെങ്കിൽ പിറ്റേ ദിവസം പോകുമ്പോൾ കിട്ടും. അങ്ങനെയാണ് ചേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാർ ഓർഡർ ചെയ്തിരിക്കും. അങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ചേട്ടൻ പൈസയൊന്നും മേടിക്കാറില്ല, ഞങ്ങൾക്ക് തരും. ഇപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ നേരത്തെ വണ്ടിയിൽ പോയി മേടിച്ചെങ്കിലും ഇവിടെ ഈ ബൈക്ക് ഊബറുണ്ട്. നമ്മൾ ഊബർ പിടിക്കുന്ന പോലെ തന്നെ കാർ ഊബർ പിടിക്കുന്ന പോലെ തന്നെ ബൈക്ക് ഊബറുണ്ട്. അപ്പോൾ നമ്മൾ ബൈക്ക് ഊബർ നമ്മൾ ആപ്പ് എടുത്തിട്ട് അതിൽ അവരോട് പറഞ്ഞു. അപ്പോൾ ബൈക്കുകാരൻ ചെന്നു ചേട്ടൻ്റെ അടുത്ത് മേടിച്ചു. ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ബൈക്കുകാരൻ വരുന്നുണ്ട്, അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ബൈക്കുകാരൻ ഇത്രയും ഞങ്ങൾക്കത് ഇപ്പം തന്ന്, അതായത് വിഷുവിൻ്റെ തലേദിവസം തന്നെ ഇത് വരുള്ളൂ കേട്ടോ. ഇതും നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അത് നാട്ടിൽ നിന്നാണോ എവിടെയാണെന്നാണോ ആ കടയിൽ മാത്രമേ കിട്ടാറുള്ളൂ. പിന്നെ ഇപ്പോൾ സൗത്ത് സൈഡിൽ ഒരു മാർക്കറ്റുണ്ട്, ലൈക്ക് മാർക്കറ്റ്. അവിടെ ചിലപ്പോൾ ഈ പൂക്കൾ കിട്ടാറുണ്ട്. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച്, ഒരുപാടൊന്നും കിട്ടുന്നില്ല. ഈ നമ്മൾ നാട്ടിൽ താമസിക്കുമ്പോഴേ നാട്ടിലുള്ള കൊന്നകളൊക്കെ ചിലർ വെട്ടിക്കളയും. ഇപ്പോഴാണ് ഓർക്കുന്നത് കണിക്കൊന്നയ്ക്ക് വേണ്ടി. അപ്പോൾ ഇത്രയും കിട്ടി, അതൊരു ഭാഗ്യം തന്നെയാണ്. കണിക്കൊന്നയില്ലാതെ കണി എങ്ങനെ കാണുമല്ലേ. അപ്പോൾ അത് ഇത്രയും കിട്ടി. ഇത് കണ്ടോ, ഇത്രയും കിട്ടിയുള്ളൂ. ഇപ്പം ഊബർ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഇത്രയേ കിട്ടിയുള്ളൂ കേട്ടോ. ഊബർ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഇപ്പം ബൈക്കുകാരൻ കൊടുത്തു. 300 രൂപയെ വന്നോളൂ കേട്ടോ അവർക്ക്. ഇപ്പോൾ നമ്മൾ കാറ് പിടിച്ച് പോകണമെങ്കിൽ ഇപ്പോൾ 2000 രൂപ പെട്രോളൊക്കെ അടിച്ച് ഡ്രൈവറിനെയും കൊണ്ട് പോകണം. ഇതിപ്പോൾ അത് വേണ്ട, 300 രൂപയ്ക്ക് ഊബർ അവർ ഈ ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന ഊബറുണ്ട്, ബൈക്ക് ഊബർ, അവർ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ചേട്ടൻ്റെ കടയിൽ പോയി അത് മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമുക്ക് കിട്ടി. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പഴവർഗ്ഗങ്ങളൊക്കെ ഇവിടെ അടുത്ത് മാർക്കറ്റുണ്ട്. അപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ കണിക്കൊന്നയും കിട്ടി. നമ്മൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് കണിക്കൊന്ന, ഇതുപോലത്തെ ഉരുളി, കണിവെള്ളരി ഇതൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ കണിക്കൊന്ന ഇല്ലാതെ മഞ്ഞപ്പൂ മാത്രം വെച്ചിട്ടാണ് കണി കണ്ട സംഭവങ്ങളുണ്ട് പണ്ടൊക്കെ. ഇപ്പോഴൊക്കെ ഇത് കണിക്കൊന്ന കിട്ടാൻ തുടങ്ങി, മലയാളി കടയിലായാലും കിട്ടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ചില മാർക്കറ്റുകളിലുണ്ടാവും. എന്നാലും ഒരു മൊട്ട് പോലും കളയാതെ നമ്മളത് സൂക്ഷിച്ച് വെച്ച് നാളത്തെ കണിക്ക് ഇന്ന് രാത്രി വെക്കണമല്ലോ. ഇച്ചിരിയൊക്കെ കണിക്കൊന്ന് കിട്ടാതെ എന്ത് കണിയല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോയിൽ എടുത്ത് കാണിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ മോൻ ഭയങ്കര പരവേശത്തിലാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനറിയാം പൂജയ്ക്കുള്ളതെന്നേ. അങ്ങനെ
അപ്പോൾ എനിക്ക് ഇപ്രാവശ്യത്തെ വിഷു ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണിവെള്ളരി കിട്ടി. എപ്പോഴും എല്ലാ വർഷവും കണിവെള്ളരി കിട്ടുമോ എന്നുള്ള ഒരു വെപ്പറാണ്. പുതിയ കൃഷ്ണൻ വന്നു എൻ്റെ വീട്ടിൽ. പുതിയ ഉരുളി, ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ച ഉരുളി. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇത് ഭയങ്കര ഭാരമുണ്ട്, എല്ലാം കൂടെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, ഫ്ലൈറ്റിലും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് മലയാളി കടയിൽ നമ്മൾ ഓർഡർ ചെയ്തത്. ചേട്ടനെന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ട്രക്കിലൊക്കെ അല്ലേ വരുന്നത്, അവർ ഗുഡ്സ് ട്രെയിനിലൊക്കെ, അപ്പോൾ സാധനങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ കണിക്കൊന്ന കിട്ടി, അതൊരു സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. ഇതൊക്കെ ഒരു രസമല്ലേ, നമ്മുടെ പ്രവാസികൾ അനുഭവിക്കുന്ന കുറച്ച്. നമ്മുടെ നാട്ടിലൊക്കെ കണിക്കൊന്നകൾ പെട്ടെന്ന് ചെന്ന് ഉരുളി മേടിക്കുക അല്ലേ, ഈ പ്രവാസികളെന്നൊക്കെ പറയുന്ന ഇതൊക്കെ എത്ര ദൂരത്തുനിന്ന് 2200 കിലോമീറ്റർ കൽക്കട്ട അവിടെ കിട്ടണം. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ അതിന് വേണ്ടി ഒരു ഇച്ചിരി പൂവിന് വേണ്ടിയൊക്കെ ആ സമയത്ത് ഓടി നടക്കുന്നു. അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ സാധനം ഓടി നടക്കും, നമ്മളങ്ങനെ ഓടി നടന്നാലും ആ സാധനങ്ങൾ കിട്ടണം എന്ന് പറയുന്നത്, കണിവെള്ളരിയൊക്കെ കിട്ടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. അതൊന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. കണികണ്ട തമ്പായി കണികണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് 3:30 വെളുപ്പിന് 3:30ക്കാണ് കേട്ടോ എൻ്റെ കൊച്ച് എണീറ്റിരിക്കുന്നത്. താമ്പായി കണി കാണാൻ. ഇത് കണ്ടു, എല്ലാവരും കണി കണ്ട് പോയി. 3 മണിക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ രീതിയിൽ ഞങ്ങൾ ഇത് വെച്ചു കേട്ടോ. ചെറിയ രീതിയിൽ ഞങ്ങൾ കണിക്കൊന്ന കിട്ടി, അതൊന്ന് വാടിപ്പോയി, എന്നിരുന്നാലും കിട്ടി. ചെറിയ രീതിയിലായിട്ട് ഞങ്ങൾ ഇത് വച്ചു കേട്ടോ. ഇനി ഇരുന്ന് മന്ത്രം ചൊല്ലണം. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ കേട്ടോ. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് എല്ലാവരുടെ വീട്ടിലും വിഷു വച്ചിട്ടുണ്ടാവും എന്ന് അറിയാം കേട്ടോ. എന്നാലും എൻ്റെ ഈ ചെറിയ അരി, നെല്ല്, കർപ്പൂരം എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ വിഷുവും കണി കണ്ടു. കണിക്കൊന്നയും കണിവെള്ളരിക്കൊക്കെ കിട്ടിയ ഒരു വിഷു തന്നെയായിരുന്നു. പുതിയ ഉരുളിയും അങ്ങനെ കൊച്ച് തമ്പായി തൊഴുതു കേട്ടോ. രാവിലെ വന്ന് കൊച്ച് വിഷുക്കണിയൊക്കെ കണ്ടു. മോനൊക്കെ കണ്ടിട്ട് പോയി. കടി കണ്ടില്ലേ? ഇനി പോയി ഉറങ്ങും. മണി 3:30 4 ആയുള്ളൂ. മോന് പുറത്ത് പോകേണ്ട സമയമായില്ലേ. കണിയൊക്കെ കണ്ടല്ലോ. 3 മണിക്ക് വന്ന് കണിയൊക്കെ കണ്ടു. പോക്കോ, 3 മണിക്ക് ഒരുത്തന് വിശക്കുന്നു. കണ്ടില്ലേ, ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഒരുത്തന് വിശക്കുന്നു. 3 മണിക്ക് എണീറ്റ് കണി കാണാൻ വിളിച്ചപ്പോൾ അതെന്തോ ഉരുളക്കിഴങ്ങ് പോയി. ഞാനത് സാമ്പാർ ഇഡ്ഡലിക്കുള്ള ഇതൊക്കെ ഇനി കിടക്കാൻ, ഇന്നലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി കിടക്കാനുള്ള ഇതൊന്നുമല്ല, സാമ്പാർ ഇഡ്ഡലിയൊക്കെ ഉണ്ട്. എൻ്റെ ഇതിലാണ് കേട്ടോ. കൊച്ചി ഇന്ന് മൊത്തം കിടക്കണമായിരുന്നു. 3 മണിക്ക് ഇന്ന് കണി കാണാൻ എണീറ്റാലേ. അപ്പോൾ ഫ്രണ്ട്സ് നോക്കണം കേട്ടോ, കയറണോ വേണ്ടതെന്നാണ്. ക്ഷീണമാണ് കൊച്ചിന്. ഇരിക്കുന്നുണ്ട് പക്കി. അവിടെ ഉണ്ട്. ഇടക്കിടക്ക് വന്ന് നോക്കലാണ് കേട്ടോ പക്കി. 3 മണിക്ക് തമ്പായിയെ തൊഴുതിട്ട് പക്കിയെ നോക്കുന്നുണ്ടായിരുന്നു. പക്കി ഉണ്ടോ എന്ന്. പക്കി ഇന്ന് നാളെ അല്ലെങ്കിൽ അവർ കൊണ്ടുപോകും. ഒരു 15-ാം തീയതി വന്നു, ഇന്ന് വരും അവർ. അവിടെ ഉണ്ട് പൊന്നോ, അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ വിഷുവിൻ്റെയൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല കേട്ടോ, തിരക്കിലായിരുന്നേ. അതുകൊണ്ട് ഇന്നാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. ഉണ്ടാ എവിടെ ചൂ ഇവനെ എത്തുന്നില്ലല്ലോ, അതാണ് ഈ പൊക്കി നോക്കുന്നത്. ആ കണ്ടേ. എടേ പൊന്നെ നോക്കിയേ, ദേ കണ്ട പക്കിയുണ്ടാ, പക്ഷികളുണ്ടാ. അവർ ഇന്ന് കൊണ്ടുപോകും. ഒരാൾക്കാരൊക്കെ വരും ഇന്ന്. അപ്പോൾ അവർ നാളെ കൊണ്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യും? എവിടെ പൊന്നോ? കോക്ടൈൽസ് കണ്ടോ എന്തൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ കാണിക്കണ പൊന്നെ. കണ്ട തൊട്ടേ അവനെ വെച്ച് കോക്ടൈൽസ് ചുമരി പിടിക്കുന്നു. ഉണ്ട് കേട്ടോ. പക്ഷികൾ പോവില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരെ നോക്കലാണ്, അവരവിടെ ഉണ്ടോ എന്ന്. അപ്പോൾ നാളെ അവരെ വീട്ടുകാർ കൊണ്ടുപോകുമ്പോൾ നീ എന്ത് ചെയ്യും?
ഭയങ്കര ഗംഭീരമായ ചൂട്. അപ്പോൾ ചേച്ചിയുടെ റൂമിൽ കയറാനാണ് നിൽക്കുന്നത് ചൂടെടുത്തിട്ട്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, തിരക്കിലായിരുന്നു, എഡിറ്റിങ് ചെയ്യേണ്ടത്. ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ വിഷുവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തിരക്കാവും, എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ നമ്മുടെ വിഷു കണിയും മോൻ 3 മണിക്ക് എണീറ്റ് വന്ന് നോക്കുന്നതും ഒക്കെ ആയിട്ടൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും ഹൈപ്പൊക്കെ ചെയ്യണേ. ഓക്കെ ബൈ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ. ബൈ പറഞ്ഞു പൊന്നു. ബൈ പറയാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ബൈ. ഒന്നും കൂടെ ബൈ. ടാറ്റ ടാറ്റ പറഞ്ഞേ. ടാറ്റ 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 പറ. ടാറ്റ പറ. ടാറ്റ ടാറ്റ ടാറ്റ. ശരി, ഓക്കെ, പൊക്കോ.